ഫ്രീലാൻസിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അതായത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടിട്ടുണ്ടാവും, ഫ്രീലാൻസിങ് എന്താണെന്ന് നോക്കിയിട്ടാണ് നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കാണാനായിട്ട് വന്നിട്ടുള്ളത്. ഫ്രീലാൻസിങ് എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം, നമ്മൾ നമുക്കുള്ളൊരു സ്കില്ല് അത് നമ്മൾ മറ്റുള്ള ആളുകൾക്ക് വേണ്ടി അവർക്ക് നമ്മുടെ സർവീസായിട്ട് കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഫ്രീലാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫ്രീലാൻസിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആദ്യം ഫസ്റ്റായിട്ട് വേണ്ടത് ഒരു ഹൈ ഇൻകം സ്കില്ലാണ്. ഹൈ ഇൻകം സ്കില്ലിനെ കുറിച്ച് നമ്മൾ പല വീഡിയോസിലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഹൈ ഇൻകം സ്കില്ല്, എങ്ങനെയായിരിക്കണം ഹൈ ഇൻകം സ്കില്ല് എന്നുള്ളതൊക്കെ. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു സ്കില്ലുണ്ട്. ആ ഒരു സ്കില്ല് മറ്റുള്ളവരുടെ ഒരു പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ ആയിരിക്കണം. അതായത് ഇപ്പോൾ നിങ്ങളൊരു ഡിജിറ്റൽ മാർക്കറ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ മറ്റുള്ള ആളുകളുടെ ഒരു പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ എങ്ങനെ ആവാൻ കഴിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഒറ്റ കാര്യം, അതായത് ഇപ്പോൾ ഒരു ബിസിനസ്സിന് അവർക്ക് എന്തില്ല, ലീഡ്സ് ഇല്ല. അതായത് സെയിൽസ് വരാൻ വേണ്ടിയിട്ട്, കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് എന്തില്ല, ലീഡ്സ് ഇല്ല. അപ്പോൾ ആ ലീഡ്സ് ഇല്ലാത്ത സമയത്ത് അവരെന്താണ്, തീർച്ചയായിട്ടും ലീഡ്സ് ജനറേറ്റ് ചെയ്യാനായിട്ട് നോക്കും. അപ്പോൾ നിങ്ങളൊരു ഡിജിറ്റൽ മാർക്കറ്ററാണ്, നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് നല്ല രീതിയിൽ ചെയ്യലുണ്ട്, അല്ലെങ്കിൽ PPC നല്ല രീതിയിൽ ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കാം. അപ്പോൾ ആ ഒരു ആൾ നിങ്ങളുടെ അടുത്തേക്ക് വരാനും, അപ്പോൾ അവർക്ക് വേണ്ടി നിങ്ങൾ ലീഡ് ജനറേഷൻ ക്യാമ്പയിൻസ് റൺ ചെയ്യാനും ഒക്കെ നിങ്ങളെ കൊണ്ട് സാധിക്കും. അപ്പോൾ അതുവഴി അവരുടെ ഒരു പ്രശ്നത്തിനുള്ള സൊല്യൂഷനാണ് എന്ത് ചെയ്യുന്നത്, അവിടെ നിങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഏതൊരാളുകളുടെയും അല്ലെങ്കിൽ ഏതൊരു മേഖലേൻ്റെയും ഒരു പ്രോബ്ലത്തിനുള്ളൊരു സൊല്യൂഷൻ നിങ്ങളെ കൊണ്ട് കൊടുക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിലുള്ള ഏണിങ്സ് ഫ്രീലാൻസ് വഴി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞപ്പോഴും ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കണം എൻ്റെ കൂട്ടത്തിൽ തന്നെ. അതായത് നിങ്ങൾക്ക് നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യ തുടക്ക സമയത്ത് നിങ്ങൾ വളരെ കുറഞ്ഞ പൈസയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ചില സമയത്ത് നിങ്ങളുടെ സർവീസ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. വളരെ കുറഞ്ഞ പൈസക്കല്ല, നിങ്ങളുടെ എഫേർട്ടിന് മാന്യമായിട്ടുള്ള ഒരു തുകയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങളെ സർവീസ് എല്ലാം കൊടുക്കേണ്ടി വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു മാർക്കറ്റിലേക്ക് വരികയാണ്. അപ്പോൾ അവിടെ നമ്മളെ സർവീസിനെ കുറിച്ച് മറ്റുള്ളവർക്ക് ട്രസ്റ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മൾ പറയുന്ന പൈസ ചിലപ്പോൾ അവിടെ നിന്ന് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ തുടക്ക സമയങ്ങളിൽ ചെറിയ രീതിയിലുള്ള അല്ലെങ്കിൽ കുറഞ്ഞ പൈസക്കൊക്കെ എന്ത് ചെയ്യും, നമ്മളെ സർവീസ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അത് പിന്നീട് നമുക്ക് വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അയ്യോ, ഇതിൻ്റെ സർവീസ് ഇത്ര ചെറിയ പൈസ കൊടുത്ത് ഭയങ്കര മോശമാണെന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ ഫസ്റ്റ് സമയത്ത് നമ്മളെക്കുറിച്ച് അറിയുന്ന സമയത്ത് നമ്മളത് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ജിയോ ഇന്ത്യയിലേക്ക് വന്നു. ജിയോ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഇവിടെ ഇന്റർനെറ്റിന് എല്ലാത്തിനും വലിയ റേറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ ഈ കൂപ്പൺ വെച്ച് ഉരസിട്ട് സ്ക്രാച്ച് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, റീചാർജ് ചെയ്തൊരു കാലം ഉണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് ജിയോ വന്നത്. അന്ന് നമുക്ക് 1 GB നമ്മൾ ഒരുപാട് പൈസ കൊടുക്കേണ്ടി വന്ന ഒരു സമയമുണ്ട്. 1000 രൂപ വരെ ഒരു മാസം റീചാർജ് ചെയ്യേണ്ട സമയം ഉണ്ടായിരുന്നു. ആ ടൈമിൽ ജിയോ വന്നിട്ട് ഇത് എല്ലാവർക്കും ഫ്രീ ആയിട്ട് തന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അവരുടെ സർവീസ് എന്താണെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ജിയോ നമുക്ക് അന്ന് അങ്ങനെ ഒരു എന്ത് ചെയ്തിട്ടുള്ള ഒരു സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തത്. ഇന്ന് ഏറ്റവും വലിയ ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ഒരു ടെലികോം കമ്പനിയാണ് ജിയോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതേപോലെ തന്നെ ആണ് ഇതും. നമ്മളൊരു മാർക്കറ്റിലേക്ക് വരികയാണ്. അപ്പം നമ്മളെക്കുറിച്ച് ആളുകൾ അറിയാനായിട്ട് എന്ത് ചെയ്യുക, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ യൂസ് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് ചെറിയ രീതിയിൽ റേറ്റ് കുറച്ച് സർവീസുകൾ കൊടുക്കുക, അതിന് ശേഷം പിന്നെ കുറച്ച് കൂടെ കൂട്ടി കൊടുക്കുക. അത് നമ്മളെക്കുറിച്ച് മനസ്സിലാകുമ്പോഴും അതേപോലെ തന്നെ പൈസ കൂട്ടുന്നതനുസരിച്ച് എന്ത് ചെയ്യണം, സർവീസും കൂട്ടണം, അതായത് ക്വാളിറ്റിയും കൂട്ടണം. ഒരിക്കലും എന്ത് ചെയ്യരുത്, ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല. ചെറിയ പൈസ വാങ്ങിച്ചാൽ പോലും ക്വാളിറ്റിയിൽ ഒട്ടും വിട്ടുവീഴ്ച പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൂടുതൽ വീഡിയോസിനായിട്ട് എന്ത് ചെയ്യുക, ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യുക, ഇതേപോലുള്ള കാര്യങ്ങൾ വരും വീഡിയോസിൽ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. ഓക്കെ.